അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ് പഠിച്ചത്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ഫിസിക്കൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണേ. സോ അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനാണ് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. സോ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വിത്ത് നോർമൽ ഫങ്ഷൻ. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഓർഗൻസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസും അതിൻ്റെ ഫങ്ഷനും അത് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കവർ ചെയ്തു. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യുന്നത് എന്താണ്, ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതായത് അതിൻ്റെ സ്ട്രക്ചറൊക്കെ കറക്റ്റായിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ നോർമൽ ഫങ്ഷൻ. ഇതാണ് സിംപിളി പറയുകയാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. എന്നാൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് കുറച്ചുകൂടി ബ്രോഡർ ആസ്പെക്ട്സുകളുണ്ട്. എന്തൊക്കെ ബ്രോഡർ ആസ്പെക്ട്സ് ആണുള്ളത്? ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന് ബ്രോഡറായിട്ട് ഒരു ബ്രോഡർ പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, അതിന് വേറൊരു വീക്ഷണമുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. സോ നമ്മൾ പറഞ്ഞ ആ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ അതിൻ്റെ ഹെൽത്തി സ്ട്രക്ചർ മാത്രമല്ല, അതിൻ്റെ ഫങ്ഷൻ മാത്രമല്ല, അതിന് വേറെ കുറേ ആസ്പെക്ട്സ്, ഇമോഷണൽ ആസ്പെക്ട്സ് വരുന്നുണ്ട്, സോഷ്യൽ ആസ്പെക്ട്സ്. സോ റീപ്രൊഡക്ഷൻ്റെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ആസ്പെക്ട്സ് കുറച്ചുകൂടി ബ്രോഡറായിട്ട് കാണുമ്പോഴാണ് നമുക്കതിനെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന്. ഹെൽത്തിനെ ഫിസിക്കൽ, സോഷ്യൽ, ഇമോഷണൽ വെൽബീയിങ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരു പേഴ്സൻ്റെ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഒക്കെയാണ് ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ സംബന്ധിച്ച് ടോട്ടൽ വെൽബീയിങ് ആണ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ്റെ എല്ലാ ആസ്പെക്റ്റിലും ടോട്ടൽ വെൽബീയിങ് ആണെങ്കിൽ മാത്രമേ നമുക്കതിനെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. സോ ഏതൊക്കെ ആസ്പെക്ട്സ് ആണ്? ഫിസിക്കൽ ആസ്പെക്ട്സ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫങ്ഷൻ, ഫിസിക്കൽ ആസ്പെക്ട്സ്, അതുപോലെ ഇമോഷണൽ ആസ്പെക്ട്സ്, അതുപോലെ ബിഹേവിയറൽ ആസ്പെക്ട്സ് ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ്. ഈ ഡിഫറെൻ്റ് ആസ്പെക്ട്സുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്താണ് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ റീപ്രൊഡക്റ്റീവ് ആസ്പെക്റ്റുകളിലെ എല്ലാ വെൽബീയിങ്ങും, ഫിസിക്കൽ വെൽബീയിങ്, ഇമോഷണൽ വെൽബീയിങ്, ബിഹേവിയർ വെൽബീയിങ് ആൻഡ് സോഷ്യൽ വെൽബീയിങ്, ഇതിൻ്റെ എല്ലാ വെൽബീയിങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. എന്താണ് ഫിസിക്കൽ ആസ്പെക്ട്സ് നമ്മൾ പഠിച്ചതാണ്. എന്താണ് അതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ, എന്താണ് അതിൻ്റെ ഫങ്ഷൻ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വിത്ത് നോർമൽ ഫങ്ഷൻ. അത് നമ്മൾ ഫിസിക്കൽ വെൽബീയിങ് പഠിച്ചു. പക്ഷേ ഫിസിക്കൽ വെൽബീയിങ് കൊണ്ട് മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്താണ് ആ ഒരു പേഴ്സൺ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേറെ കുറേ ആസ്പെക്ട്സും കൂടി ടോട്ടലായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പേഴ്സണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെ ആസ്പെക്ട്സ് ആണെന്ന് നോക്കിയാൽ, ഇമോഷണൽ ആസ്പെക്ട്സ്. ഇമോഷണൽ ആസ്പെക്ട്സ് നാച്ചുറലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സെക്സിനോട് എല്ലാവർക്കും ഒരു അട്രാക്ഷൻ തോന്നും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറലാണ്, അതിലൊന്നും പ്രശ്നമുള്ള കാര്യമില്ല, ഒരു നോർമലായിട്ടുള്ള കാര്യം. ബട്ട് ആ ഇമോഷണൽ ആസ്പെക്ട്സ് ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മൾ ഒരുപാടായിട്ടാണെങ്കിൽ അത് ഇമോഷണൽ ആസ്പെക്ട്സിനെ ബാധിക്കും. സോ വെൽബീയിങ് ആയിരിക്കണം. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അതുപോലെ അതിനെ ബിഹേവ് ചെയ്യാൻ. സോ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ, അതുപോലെ സോഷ്യൽ. സോ നമ്മൾ ഇമോഷണലായിട്ട് ആ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റേതായ ബാലൻസ് ചെയ്തേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതുപോലെ ബിഹേവിയറൽ, നമ്മൾ ഒരു തരത്തിലും അതിനൊരു അതിക്രമം ചെയ്യാൻ പാടില്ല. ബിഹേവിയറൽ ആസ്പെക്ട്സ്, അതുപോലെ സോഷ്യൽ. പിന്നെ സൊസൈറ്റി, നമ്മൾ എന്താണ് ഒരു ഹ്യൂമൻ ബീയിങ്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനെ മാത്രമേ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ. ഇൻ ദ കേസ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ കേസിലും കൂടി. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പേഴ്സണ് ആക്ച്വലി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയണമെങ്കിൽ ശരിക്കും ഫിസിക്കൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഒരു പേഴ്സൺ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തും കൂടി വേണം, ടോട്ടൽ വെൽബീയിങ് ഏതിലൊക്കെ വേണം, ഇമോഷണൽ, അത് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള പോലെ മാത്രമേ പാടുള്ളൂ. അതുപോലെ ബിഹേവിയറൽ, അവിടെയും നമുക്ക് ഡിസിപ്ലിൻ വേണം. അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്ട്സ്. ഈ ആസ്പെക്ട്സിലൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ട്
അങ്ങനെ പോവുകയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ വയലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇല്ല എന്ന് നമ്മൾ ഒരു പേഴ്സണെ പറയണത്. അങ്ങനെയാണ് ഒരുപാട് റേപ്പ് കേസുകളും എല്ലാ അതിക്രമങ്ങളും നടക്കുന്ന. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അവർ ഈ പറഞ്ഞ ഇമോഷണലി, ബിഹേവിയർ ആൻഡ് സോഷ്യലി അവർക്ക് വെൽബീയിങ് ഇല്ല. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ കേസിൽ അവർ വെൽബീയിങ് അല്ല, അവർക്ക് സം പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് അത് നോർമലായിട്ട് ഇമോഷണലി, ബിഹേവിയറലി, സോഷ്യലി ബിഹേവ് ചെയ്യാൻ പറ്റാത്തതും ഇതുപോലത്തെ ഒരുപാട് കേസുകൾ ഉണ്ടാകുന്നു. സോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താ പറയുക? ടോട്ടൽ വെൽബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. എന്തൊക്കെയാണ്? ഫിസിക്കൽ ആസ്പെക്ട്സ്, ഇമോഷണൽ ആസ്പെക്ട്സ്, ബിഹേവിയറൽ ആസ്പെക്ട്സ് ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റീനെ ഈ സൊസൈറ്റി നല്ല റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തിയാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്തൊക്കെയാണ്? ദെർഫോർ ഒരു സൊസൈറ്റിക്ക് എന്തൊക്കെ വേണം റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആണെന്ന് പറയണമെങ്കിൽ എ സൊസൈറ്റി വിത്ത് പീപ്പിൾ, സൊസൈറ്റിയിലുള്ള ആൾക്കാർ എങ്ങനെ ഉണ്ടായിരിക്കണം? ഹാവിങ് ഫിസിക്കൽ ആൻഡ് ഫങ്ഷണലി നോർമൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അവിടെയുള്ള ആൾക്കാർക്ക് എന്ത് വേണം? ഫിസിക്കലി ആൻഡ് ഫങ്ഷണലി നോർമലായിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നോർമൽ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഇൻട്രാക്ഷൻ. ആ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനോടൊപ്പം തന്നെ അവർക്ക് എന്ത് വേണം? നോർമലായിട്ടുള്ള ഇമോഷൻസും അതുപോലെ നോർമലായിട്ടുള്ള ബിഹേവിയറൽ ഇൻട്രാക്ഷൻസും തമ്മിൽ പാടുള്ളൂ. എമംഗ് ദം ഇൻ ഓൾ സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സ്. സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സിൽ എല്ലാം അവർക്ക് നോർമലായിട്ടുള്ള ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഇൻട്രാക്ഷനെ തമ്മിൽ പാടുള്ളൂ. അല്ലെങ്കിൽ അതൊരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റി അല്ല. സോ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എ സൊസൈറ്റി വിത്ത് പീപ്പിൾ എങ്ങനെ ഉണ്ടായിരിക്കണം? അവർ ഫിസിക്കലി ആൻഡ് ഫങ്ഷണലി നോർമൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോർമൽ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഇൻട്രാക്ഷൻ. വെറും നോർമലായിട്ടുള്ള ബിഹേവിയറൽ ആൻഡ് ഇൻട്രാക്ഷൻസ്, ഇമോഷൻസേ പാടും. എമംഗ് ദം അവർ തമ്മിൽ ഇൻ ഓൾ സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്. ഇത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അവർ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി അല്ല, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ല. അപ്പോൾ നല്ലൊരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി ആണെങ്കിൽ ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവർ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റിയാണ്. ഇനി നമ്മുടെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. എന്തിനാണ് നമ്മൾ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കണേ? അതിൻ്റെ ആവശ്യം എന്താണ്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തിനാണ് പഠിക്കണേ, എന്താണ് പഠിക്കാൻ പോണേ? നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനാണ് നമ്മൾ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകത എന്താണ്, എന്തിനാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഈ പറഞ്ഞ എല്ലാ വെൽബീയിങ്ങിലും, ടോട്ടൽ വെൽബീയിങ് പറഞ്ഞില്ലേ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്, ആ എല്ലാ വെൽബീയിങ്ങിലും നമ്മൾ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? വൈ ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻറ്റ് ടു മെയിൻറ്റെയിൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകത എന്താണ്? അതാണ് ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഒരു ഭാഗം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണേ? അത് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അതിൻ്റെ ആവശ്യകത എന്താണ്? ഒന്ന്. അടുത്ത പാർട്ട് വരുന്നത് എന്തൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അച്ചീവ് ചെയ്തെടുക്കാം? എന്തിനു വേണ്ടിയാണ് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്തൊക്കെ മെത്തേഡുകളിലൂടെ നമുക്ക് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അച്ചീവ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നേടിയെടുക്കാം? ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്താണ്, നമുക്കത് നേടിയെടുക്കാൻ എന്തൊക്കെ മെത്തേഡുകളിലൂടെ നമുക്ക് അതിലൂടെ പോവാം, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.